ഹലോ, വെൽക്കം ടു എക്സാം പോയിന്റ്. അപ്പം നമ്മളിനി നമ്മളുടെ 8ാം ക്ലാസ്സിലെ ബയോളജിയുടെ ബാക്കി പോർഷൻസും അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പം എന്താണ് മൈക്രോബിയൽ ഫെർട്ടിലൈസർ എന്ന് വെച്ചാൽ വാട്ട് ആർ മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ്, സൂക്ഷ്മജീവി വളങ്ങൾ എന്തൊക്കെയാണ് എന്നൊരു ചോദ്യം വന്നാൽ എന്തെഴുതണം? സബ്സ്റ്റൻസസ് ദാറ്റ് കണ്ടെയ്ൻ microorganisms which help to increase the fertility of soil. ഓക്കെ, അതായത് സോയിലിൻ്റെ ഫെർട്ടിലിറ്റി, അതായത് ഫലഭൂയിഷ്ഠത കൂട്ടാൻ വേണ്ടിയിട്ട് മൈക്രോ ഓർഗാനിസംസിനെ യൂസ് ചെയ്തിരിക്കുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മജീവികൾ അടങ്ങിയ പദാർത്ഥങ്ങളാണ് ജീവാണു വളങ്ങൾ. ഓക്കെ, ഇനി അതേപോലെ തന്നെ വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ്? ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു മൈക്രോബ്സിനെ യൂസ് ചെയ്തിരിക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ മൈക്രോബിയൽ ഫെർട്ടിലൈസർ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, എന്തു ഗുണമാണ് നമ്മൾ ഈ മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ളത് എന്നാണ് ചോദ്യം. എന്താണെന്ന് നോക്കിയേ, പ്രസൻസ് ഓഫ് മൈക്രോബ്സ് enables increase in the soil factors which are essential for plant growth. ഓക്കെ, അതായത് ഒരു പ്ലാന്റിൻ്റെ ഗ്രോത്തിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, അതായത് ഘടകങ്ങൾ, അവയുടെ ഇൻക്രീസിന് കാരണമാകും മൈക്രോബ്സിൻ്റെ പ്രസൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫാക്ടേഴ്സ് ഇൻക്രീസ് ആവുന്നതിന് ആർക്ക് കാരണമാകും? മൈക്രോബ്സ് കാരണമാകും. അതുകൊണ്ട് തന്നെ നമുക്ക് മൈക്രോബിയൽ ഫെർട്ടിലൈസർ വളരെ യൂസ്ഫുള്ളാണ്. ഓക്കെ, ഇനി അതിന് എക്സാമ്പിൾ നോക്കിയേ. ബാക്ടീരിയ ലൈക്ക് റൈസോബിയം, അസോറ്റോബാക്ടർ, അസോസ്പൈറലം ആൻഡ് അക്വാട്ടിക് പ്ലാന്റ്സ് ലൈക്ക് അസോള ക്യാൻ ബി യൂസ് ടു ഇൻക്രീസ് നൈട്രജൻ കണ്ടന്റ് ഇൻ സോയിൽ. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞല്ലേ, അതായത് ഒരു സസ്യത്തിൻ്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ? അതായത് എലമെൻറ്റ്സ് ആയിട്ടും അതുപോലെ pH ആയിട്ടും ഒക്കെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിനെയൊക്കെ ഇൻക്രീസ് ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞത്? നമ്മുടെ മൈക്രോബ്സ് അല്ലേ? മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സിലുള്ള മൈക്രോബ്സ് ഹെൽപ്പ് ചെയ്യും അല്ലേ? അപ്പം അതിനൊരു എക്സാമ്പിളാണ് ഇതൊക്കെ. അതായത് മണ്ണിലെ നൈട്രജൻ കണ്ടൻറ്റ്. ഓക്കെ, മണ്ണിൽ വളരെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ സസ്യങ്ങൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നൈട്രജൻ എന്ന് പറയുന്നത്. അപ്പം ഈ നൈട്രജൻ കണ്ടൻറ്റ്, മണ്ണിലെ നൈട്രജൻ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയകളുടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? റൈസോബിയം, അതേപോലെ തന്നെ അസറ്റോബാക്ടർ, അസോസ്പൈറിലം. ഓക്കെ, ഇനി അതേപോലെ തന്നെ അസോള എന്ന് പറയുന്ന ഒരു അക്വാട്ടിക് പ്ലാന്റ്. ഇതൊക്കെ എന്തിന് ഹെൽപ്പ് ചെയ്യും? മണ്ണിലെ നൈട്രജൻ്റെ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ഗുണങ്ങൾ എന്തിലുണ്ട്? മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ യൂസിൽ ഉണ്ട്. ഓക്കെ, what are the consequences of unscientific application of chemical fertilizers? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ അശാസ്ത്രീയമായ ഉപയോഗം, അതുകൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസസ്, അതായത് അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. എന്താണ്? ദി അൺസയൻറ്റിഫിക് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് സ്പോയിൽസ് ദ നാച്ചുറൽ ടെക്സ്ചർ ഓഫ് ദി സോയിൽ. ഓക്കെ, മണ്ണിന് ഒരു സ്വാഭാവിക ഘടനയുണ്ടല്ലേ മണ്ണിന്. അപ്പം ഈ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള, അതായത് അശാസ്ത്രീയമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്താൽ, മണ്ണിൽ യൂസ് ചെയ്താൽ അതിൻ്റെ നോർമൽ ടെക്സ്ചർ, അതായത് സ്വാഭാവികമായ ഘടനയെ അത് നശിപ്പിക്കും. ഓക്കെ, excessive use of chemical fertilizers destroys the microorganisms present in the soil. ഓക്കെ, അപ്പം ഈ സോയിൽ ഒരു സസ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ അവിടെ ഉണ്ടാവണമെങ്കിൽ ആരവിടെ ഉണ്ടാവണം? മൈക്രോ ഓർഗാനിസംസിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കണം അല്ലേ? അപ്പം ഒരുപാട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ നമ്മൾ അവിടെ യൂസ് ചെയ്താൽ, ആ മണ്ണിൽ യൂസ് ചെയ്താൽ അതെന്ത് ചെയ്യും? ആ മണ്ണിലുള്ള മൈക്രോ ഓർഗാനിസംസിനെ എല്ലാം, സൂക്ഷ്മജീവികളെ എല്ലാം എന്ത് ചെയ്യും? നശിപ്പിക്കും. അങ്ങനെ ഉണ്ടായാൽ എന്ത് പറ്റും? ആ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ആ മണ്ണിൻ്റെ ഫലപുഷ്ടിത എന്ത് ചെയ്യും? നശിക്കും. ഓക്കെ, ഇനി the chemicals get dissolved in the water and contaminate the drinking water, resulting in serious health problems. Okay, അങ്ങനെ
ഈ മണ്ണിലൊക്കെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അത് ആ മണ്ണിലൂടെ ഇറങ്ങി അവിടെയുള്ള എന്താണ് ജലത്തെ എല്ലാം എന്ത് ചെയ്യും, മലിനമാക്കും. ഈ കെമിക്കൽസൊക്കെ ജലത്തിൽ ആ വാട്ടറിൽ, അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും വാട്ടർ ബോഡിയുടെ അടുത്തുള്ള മണ്ണൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ എന്ത് ചെയ്യും, ഈ കെമിക്കൽസ് ആ വാട്ടറിൽ ഡിസോൾവ് ആകും. പിന്നീട് അത് യൂസ് ചെയ്യുന്നവർക്കൊക്കെ എന്തുണ്ടാവും, സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഡിസഡ്വാൻറ്റേജസും കൂടെ ആണ്. ഓക്കെ, ഇനി before every farming, testing of soil is inevitable. Do you agree with this statement? Why? ഓക്കെ, അപ്പം 2019 നമ്മൾ കണ്ട, അല്ലെങ്കിൽ ഒരു 2019 ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓരോ കൃഷിക്ക് മുമ്പ് മണ്ണ് പരിശോധന അനിവാര്യമാണ്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യും? നമ്മൾ മണ്ണ് പരിശോധിക്കേണ്ട ആവശ്യമാണോ? ആവശ്യമാണ് അല്ലേ? കൃഷിക്ക് മുമ്പ് നമ്മൾ മണ്ണ് പരിശോധിച്ചിരിക്കണം. ഇനി എന്തിനാണ്? To identify elements that are present in the soil which are not present. ഓക്കെ, അതായത് ആ പർട്ടിക്കുലർ കൃഷി ഇറക്കാൻ പോകുന്ന മണ്ണിൽ എന്തെല്ലാം എലമെൻറ്റ്സ് പ്രസൻ്റ് ആണ്, എന്തെല്ലാം എലമെൻറ്റ്സ് ആബ്സെൻ്റ് ആണ് എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മണ്ണ് പരിശോധിച്ചേ പറ്റുള്ളൂ അല്ലേ? നമുക്ക് കൃഷിക്ക് ആവശ്യമായ കുറച്ച് എലമെൻറ്റ്സ് എന്തായാലും മണ്ണിൽ വേണം. അതെല്ലാം മണ്ണിലുണ്ടോ, ഏതൊക്കെ എലമെൻറ്റ്സ് ആ പർട്ടിക്കുലർ മണ്ണിൽ ആബ്സെൻ്റ് ആണ് എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മണ്ണ് പരിശോധിക്കണം. പിന്നെയോ ടു ഐഡൻറ്റിഫൈ ദ pH ഓഫ് ദി സോയിൽ. ഓക്കെ, അപ്പോൾ സോയിലിൻ്റെ pH ഒരു കൃഷിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അപ്പം ആ pH അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? മണ്ണ് ടെസ്റ്റ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമ്മളുടെ 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. എന്താ ക്വസ്റ്റ്യൻ നോക്കിയേ? Analyze the statement given below and answer the following questions. ഓക്കെ, അപ്പോൾ താഴെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. അപ്പോൾ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. Microbial fertilizers are substances that contain microorganisms which help to increase the fertility of the soil. അപ്പം മൈക്രോബിയൽ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഒരു ഡെഫിനേഷൻ ആണ് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? സബ്സ്റ്റൻസസ് ദാറ്റ് കണ്ടെയ്ൻ മൈക്രോ ഓർഗാനിസംസ് വിച്ച് ഹെൽപ്പ് ടു ഇൻക്രീസ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദി സോയിൽ അല്ലേ? അതായത് സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കൂട്ടുന്ന, ഇൻക്രീസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ്, അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻസ് എന്താന്ന് നോക്കിയേ. ക്വസ്റ്റ്യൻ എന്താ? നെയിം എനി 2 ബാക്ടീരിയ. ഇനി 2 ബാക്ടീരിയ ദാറ്റ് ആർ യൂസ്ഡ് ഇൻ സച്ച് ഫെർട്ടിലൈസേഴ്സ്. ഓക്കെ, അപ്പം മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സിലൊക്കെ യൂസ് ചെയ്യാറുള്ള ഏതെങ്കിലും 2 ബാക്ടീരിയകളുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചോദിച്ചാലോ നമുക്ക് ഏതൊക്കെ എഴുതാം? റൈസോബിയം എഴുതാം അല്ലേ? അതേപോലെ തന്നെ അസിറ്റോബാക്ടർ എഴുതാം, അസോസ്പൈറൽ എഴുതാം. ഓക്കെ, ഈ 3 എണ്ണം എഴുതണ്ട, ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും 2 എണ്ണം മാത്രം എഴുതിയാൽ മതി. അതായത് റൈസോബിയം അസിറ്റോബാക്ടറോ, അല്ലെങ്കിൽ അസിറ്റോബാക്ടറോ അസോസ്പൈറലോ, അല്ലെങ്കിൽ റൈസോബിയവും അസോസ്പൈറലോ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. What are the things to be taken care of while using these fertilizer? ഇങ്ങനെ മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ്? Ensure the availability of bio fertilizers in the soil. ഇവിടെ സോയിലുണ്ട്. ഓക്കെ, അതായത് സോയിലിൽ ബയോ ഫെർട്ടിലൈസറിൻ്റെ പ്രസൻസ് ഉണ്ട്, അതായത് ജൈവ വളത്തിൻ്റെ പ്രസൻസ് ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കണം. ഓക്കെ, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ അല്ല, ബയോ ഫെർട്ടിലൈസേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കണം. പിന്നെയോ പ്രൊവൈഡ് പ്രോപ്പർ ഇറിഗേഷൻ, അതായത് പ്രോപ്പർ ആയിട്ടുള്ള ജലസേചനം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെയോ don't use chemical fertilizers or chemical pesticides. ഒരിക്കലും ഈ മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നിടത്ത് എന്ത് ഉപയോഗിക്കാൻ പാടില്ല? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സോ കെമിക്കൽ പെസ്റ്റിസൈഡ്സോ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉറപ്പാക്കണം. എപ്പം? ബിഫോർ യൂസിങ് എന്ത്
ബയോ ഫെർട്ടിലൈസേഴ്സ്, അതായത് മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ്. ഓക്കെ, അപ്പം മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് മുമ്പേ നമ്മൾ ഉറപ്പ് വരുത്തേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. എന്തൊക്കെയായിരുന്നു? എൻഷുർ ദി അവൈലബിലിറ്റി ഓഫ് ബയോ ഫെർട്ടിലൈസേഴ്സ് ഇൻ ദ സോയിൽ, പിന്നെ പ്രൊവൈഡ് പ്രോപ്പർ ഇറിഗേഷൻ, അതേപോലെ ഡോണ്ട് യൂസ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഓർ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇങ്ങനൊരു ചോദ്യം വന്നാൽ എഴുതേണ്ടത്. ഓക്കെ, അപ്പം ഇതുപോലെയുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. ബൈ.